ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. ഇഫ് എൽസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യാണ്. അതായത് ഡ്രൈവേഴ്സ് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നോക്കാനുള്ള ഒരു പ്രോഗ്രാം. സോ നമ്മളതിൽ ഏജ് ഒരു ക്രൈറ്റീരിയയാണ്. 18 മുകളിലുള്ളവർക്ക് മാത്രമാണ് ഡ്രൈവേഴ്സ് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ 18 താഴെയാണെങ്കിലോ നമുക്ക് ഡ്രൈവേഴ്സ് ലൈസൻസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. സോ അവിടെ എന്താണ്, നമുക്കൊരു ഡിസിഷൻ എടുക്കണം. ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് 18 ഗ്രേറ്റർ ആണോ ഏജ് എന്നുള്ളതൊരു കണ്ടീഷനാണ്. അപ്പോൾ 18 ഗ്രേറ്റർ ആണെങ്കിൽ എന്താണ്, ട്രൂ ആണ് കണ്ടീഷൻ, അതാണ് ഇവിടെ പറയുന്നത്. 18 താഴെയാണെങ്കിലോ കണ്ടീഷൻ ഫാൾസ് ആണ്. സോ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ ആൻസർ ട്രൂ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുക, അതാണ് എൽസ്. സോ ഇതിൻ്റെ സിൻടാക്സ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. സോ ഞാൻ ഇവിടെ ഏജ് ഈക്വൽ ടു 18 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 20 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഏജ് എന്ന് പറഞ്ഞ വേരിയബിളിൽ വാല്യൂ 18 മുകളിലാണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്, കാരണം കണ്ടീഷൻ ചെക്ക് ചെയ്യണം ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത്. സോ ഇവിടെ ഞാൻ ഏജ് വേരിയബിൾ അല്ലേ ചെക്ക് ചെയ്യേണ്ടത്. ഏജ് എന്താണ്, ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തു. ഇനി നമുക്ക് 18 മീതിയാണോ എന്നല്ലേ ചെക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ 18 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഇത് സിൻടാക്സ് ആണ്, ഇതിൻ്റെ റൂളാണ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യണം, 18 മുകളിലാണെങ്കിൽ ഒരു കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, പ്രിൻ്റ് ചെയ്യണം യു ക്യാൻ അപ്ലൈ ഫോർ ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താണ് യു ക്യാനോട്ട് അപ്ലൈ ഫോർ ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യണം. സോ ഇവിടെ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൊടുക്കേണ്ടത് ഒരു കോളൻ ഇടുക. ഇനി എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് സ്പേസ് ഇവിടെ വരും. സോ ഈ ഒരു സ്പേസിലാണ് നമ്മുടെ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു സ്പേസിലാണ് നമ്മൾ എഴുതേണ്ടത്. സോ ഇവിടെ പ്രിൻ്റ് നമുക്ക് എന്താണ് വേണ്ടത്, യു ക്യാൻ അപ്ലൈ ഫോർ ഡ്രൈവേഴ്സ് ലൈസൻസ്. സോ നമുക്ക് ഡ്രൈവേഴ്സ് ലൈസൻസിന് അപ്ലൈ ചെയ്യാം. ഇതാണ് നമുക്ക് ആ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. സോ ഇവിടെ എന്താണ്, നമുക്ക് ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാം. ഇനി നമുക്ക് എൽസ് പാർട്ട് എഴുതണം. സോ ഈ ഒരു സ്പേസ് കളയുക. ഇനി എൽസ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. എൻ്റർ കൊടുക്കുക, പ്രിൻ്റ്. നമുക്ക് എന്താണ്, യു കനോട്ട് അപ്ലൈ ഫോർ ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഞാൻ കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, എനിക്ക് യു ക്യാൻ അപ്ലൈ ഫോർ ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് വന്നു. ഇനി ഞാനിപ്പോൾ ഇവിടെ 15 ആണ് കൊടുക്കുന്നത് വിചാരിക്കുക ഏജ്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, യു ക്യാനോട്ട് അപ്ലൈ ഫോർ ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ഇവിടെ 15 ആണ്. ഇനി 15 ഗ്രേറ്റർ ദാൻ 18 ആണോ, അല്ല, 15 ലെസ്സർ ദാൻ 18 ആണ്. അപ്പോൾ ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇത്രയും കാര്യങ്ങൾ എക്സിക്യൂട്ട് ആവില്ല, കാരണം ഇവിടെ എന്താണ്, കണ്ടീഷൻ ഫോൾസ് ആണ്. അതുകൊണ്ട് എൽസ് പാർട്ടിക്കാണ് പോവുക. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ യു കനോട്ട് അപ്ലൈ ഫോർ ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് വരാനായിട്ടുള്ള കാരണം. ഇനി ഇവിടെ ഞാനിപ്പോൾ 25 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് 25 ഗ്രേറ്റർ ദാൻ 18 ആണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ പ്രിൻ്റ് യു ക്യാൻ അപ്ലൈ ഫോർ ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റായി. ഇപ്പോൾ എനിക്കിനി അടുത്തൊരു സംഭവം കൂടി ഇവിടെ കാണിക്കണമെങ്കിൽ കണ്ടോ, ഇവിടെ ഈ ഒരു ബ്ലോക്കിൽ കണ്ടോ, ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ തന്നെ അത് എഴുതണം. സോ ഇങ്ങനെയാണ് നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ യൂസറിൻ്റെ നിന്ന് ഒരു ഇൻപുട്ട് എടുത്ത് അങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് പ്രോഗ്രാം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഏജ് ഇൻപുട്ടായി എടുത്ത് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ നോക്കും. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.